കലാഭവൻമണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണൻ നിറത്തെയാണ് നർത്തകി കളിയാക്കുന്നത്. രാമകൃഷ്ണന് കാക്കയുടെ നിറമെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നതുമാണ് പരാമർശം. ആ പരാമർശം ആദ്യം ഒന്നുകൂടി നമുക്ക് കേൾക്കാം. മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. സത്യഭാമയുടേത് മ്ലേച്ഛമായ ഭാഷ എന്നതാണ് RLV രാമകൃഷ്ണന്റെ പ്രതികരണം. നിയമപരമായി നടപടികൾ സത്യഭാമയ്ക്കെതിരെ കൈക്കൊള്ളും എന്നതാണ് അദ്ദേഹം നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ആ പ്രതികരണം കൂടി കാണാം. എന്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന്, ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ. രണ്ട്, കേരള സംഗീത അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ. വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കുക. കറുപ്പിന് എന്താണ് കുഴപ്പം? നമുക്കൊന്ന് പരിശോധിക്കാം. കലാമണ്ഡലം സത്യഭാമ നമുക്കൊപ്പം ഉണ്ട്. ഒപ്പം തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്, ഡോക്ടർ രാജി, സ്വാതിരനാൾ സംഗീത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ആദ്യം ശ്രീമതി കലാമണ്ഡലം സത്യഭാമയിലേക്കാണ്. വലിയ ബഹുമാനത്തോടെ എല്ലാവരും കാണുന്ന, വിളിക്കുന്ന, ബഹുമാനിക്കുന്ന കലാകാരിയാണ് താങ്കൾ. കറുപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കറുപ്പിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കറുപ്പിന് എന്ത് കുഴപ്പം? കറുപ്പിന് 7 അഴകുന്നല്ലേ പറയാറ്. ആ അഴകിൽ പിന്നെ എന്താണ് മോഹിനിയാട്ടത്തിന്റെ അഴകളവുകൾ ഉൾക്കൊള്ളാതെ പോകുന്നത്? അല്ല, അതായത് ഡാൻസിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോം എല്ലാം എടുക്കുമ്പോൾ നമുക്ക് മോഹിനിയാട്ടം എന്നുള്ളൊരു ആർട്ട് ഫോമിൽ മോഹിനി ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ട്. മോഹിനി ആയിരിക്കുക എന്നത് സ്ത്രീ ആയിരിക്കണം, ശൃംഗാരമായിരിക്കണം ഭാവം. മോഹിനി എന്നത് സ്ത്രീ ആയിരിക്കണം, ശൃംഗാരമായിരിക്കണം ഭാഗം. ശൃംഗാരത്തിന് അപ്പുറത്തേക്ക്, സ്ത്രീ സൗന്ദര്യത്തിന് അപ്പുറത്തേക്ക് ഒരു വളർച്ചയെ പാടില്ല മോഹിനിയാട്ടത്തിന്. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണോ താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? നേരത്തെ അങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യ തിരുനാൾ കൃതികളിൽ, കൃതികളിൽ. അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ? മുന്നോട്ട് പോയില്ലേ? കലാമണ്ഡലത്തിൽ പോലും ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന വിധത്തിലേക്ക് എത്തിയില്ലേ? ശരി, എവിടെ ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന? അവരിപ്പോൾ അവിടെ PhD എടുക്കാൻ വേണ്ടിയിട്ട് ചില ക്ലാസ്സുകൾ ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് കുറച്ച് ദിവസത്തേക്ക് വന്ന് എടുക്കുന്ന ക്ലാസ്സിനെ ഇവരൊക്കെ പഠിക്കുക. അല്ലാണ്ട് കണ്ടിന്യൂസ് 4 വർഷം 6 വർഷം ഒന്നും അവിടെ ആൺകുട്ടികൾക്ക് ക്ലാസ് ഇല്ല. അതെന്തുകൊണ്ടാണ്? ഈ PhD ഒക്കെ പഠിക്കാം, പുറത്ത് പഠിക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ളത് പുറത്തു പഠിക്കാം, ഒട്ടേറെ പേർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മേതിൽ ദേവിക അടക്കമുള്ള ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ തന്നെയാകണം, ശൃംഗാരം തന്നെയാകണം ഇതിന്റെ ഭാവം, ഇതിന്റെ രൂപം. ഈ ഡിസിപ്ലിനിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കാലദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ അത് അനുവദനീയമാണല്ലോ മോഹിനിയാട്ടത്തിൽ. നൃത്തത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണേക്കാട്ടിലും കൂടുതലായിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ലേ? അപ്പം നിങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം തരണം. ഞാനാണല്ലോ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പ്രതി. പറയൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ, പ്രൈവറ്റ് ചാനലുകാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തു. ആ കൊടുക്കുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ മോഹിനിയാട്ടത്തിനെ കുറിച്ചും എല്ലാ ആർട്ട് ഫോമിനെ കുറിച്ചും ചോദിച്ചു. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആൺപിള്ളേർ മോഹിനിയാട്ടം കളിക്കണം എനിക്ക് താല്പര്യമില്ല. അതെനിക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ?
ആരൊക്കെ സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞ് ജീവിക്കണില്ലേ ഇവിടെ? അല്ല, ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, അത് താങ്കളുടെ അഭിപ്രായമാണെങ്കിൽ അത് പറയുന്നതിൽ ഞാൻ പറയണത് അത് പറയുന്നെങ്കിൽ ഒരു തെറ്റുമില്ല. ശ്രീമതി കലാമണ്ഡലം സത്യഭാമ, ആൺകുട്ടികൾ മോഹിനിയാട്ടം ആടാൻ പാടില്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ചാലക്കുടിയിൽ ഒരു കലാകാരനെ കുറിച്ച് പറഞ്ഞു, കറുപ്പാണ്, പെറ്റ തള്ള സഹിക്കുമോ എന്നതാണ് ചോദ്യം. അവിടെ കറുപ്പാണ് വിഷയം, ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടി എന്നതിനപ്പുറത്ത് കറുപ്പാണ് വിഷയം. പെറ്റ തള്ള സഹിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ അത് എങ്ങനെയാണ്? എന്തിനുപാട് കറുപ്പും വെളുപ്പും എന്നുള്ള രണ്ട് വാക്ക്, അതെ വാക്ക് എന്തിനുണ്ടായി? അതിനൊന്ന് മറുപടി പറഞ്ഞ നിങ്ങള്. അല്ല, കറുപ്പിന് ഏഴഴകാണെന്ന് താങ്കൾ തന്നെയാണ് ആദ്യം ആമുഖമായി പറഞ്ഞത്. പിന്നെ എന്താണ് ഈ കറുപ്പിന് കുഴപ്പം? കറുപ്പ് കണ്ടാൽ പെറ്റതള്ള, കറുപ്പ് കണ്ടാൽ പെറ്റതള്ള സഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏഴഴകുള്ള ഒരു കറുപ്പഴകിന് എന്താണ് കുഴപ്പം? ഇപ്പോൾ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കേണ്ടതില്ല എന്ന് താങ്കളുടെ അഭിപ്രായമാണെങ്കിലും പെറ്റതള്ള ഇപ്പോ എൻ്റെ അമ്മ ഞാൻ കളിക്കണത് കൊള്ളൂല്ലെങ്കിൽ എൻ്റെ അമ്മ പോലും സഹിക്കില്ല എന്ന് ഞാൻ പറയും ചിലപ്പോ. ഇതെന്താ? ഞാൻ നിങ്ങൾ ഈ പറയണ നൃത്താധ്യാപകന്റെ പേരോ ഏതെങ്കിലും ഒരു ഐഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടോ? അത് പറ. ഞാൻ കറുപ്പിനെ കുറിച്ച് പറയും, കറുപ്പിനെ കുറിച്ച് പറയും. പെറ്റ തള്ളാന്ന് പറഞ്ഞാൽ പെറ്റ തള്ളാന്നല്ലാതെ പിന്നെ എന്താണ് മലയാളത്തിലൊരു വാക്ക്? മലയാളത്തിലൊരു വാക്ക് നമ്മളെ പ്രസവിച്ച അമ്മ, പെറ്റ തള്ള എന്നൊക്കെ പറയും. അതെന്താ ഒരു ചീത്ത വാക്കാണോ അത്? എൻ്റെ മോള് ഡെലിവറി കഴിഞ്ഞു എന്ന് മാത്രമേ പറയുള്ളൂ, ഇംഗ്ലീഷേ പറയാവൂ. അങ്ങനെ വല്ല നിയമമുണ്ടോ? പെറ്റ തള്ള, പ്രസവിച്ച അമ്മ എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള നൃത്താധ്യാപകന്റെ പേരോ അയാളുടെ ജാതിയോ മതോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ടൊന്ന് കേൾക്കണം. RLV രാമകൃഷ്ണൻ പറഞ്ഞത് നമ്മൾ ഒരിക്കൽ കേട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയണ വ്യക്തി മാത്രമേ ഉള്ളൂ ചാലക്കുടിയില്? അതൊക്കെ അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരും കേൾക്കട്ടെ, താങ്കൾക്ക് കേൾക്കാമല്ലോ. എന്താണ് താങ്കൾ പറഞ്ഞത്? RLV രാമകൃഷ്ണൻ അതിനെ എങ്ങനെയാണ് താനാണ് പറഞ്ഞത്, ഉദ്ദേശിച്ചത് ഞാനാണ് എന്ന് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത് എന്ന് കൂടി ഒന്നുകൂടി കേൾക്കാം. പിന്നീട് നമുക്ക് പെറ്റതള്ള അടക്കം താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഒരിക്കൽ കൂടി കേൾക്കാം എന്താണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്നതോടെ എനിക്ക് യോജിപ്പില്ല എന്ന താങ്കളുടെ പ്രസ്താവന, താങ്കൾക്ക് അവകാശമുണ്ട്. കറുത്തവനാണ് അതുകൊണ്ട് അത് കളിക്കുന്നത് കുഴപ്പമാണ്, പെറ്റതള്ള കണ്ടാ സഹിക്കില്ല എന്ന് പറയുന്നിടത്താണ് ആ പൊളിറ്റിക്കൽ പ്രശ്നം. അപ്പോൾ താങ്കളുടെ സൗഹൃദത്തിൽ, താങ്കളുടെ ബന്ധത്തിൽ, താങ്കൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ, ശിഷ്യഗണത്തിൽ ഇയാള് മാത്രമേ ഉള്ളോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ചാലക്കുടിയിലെ ഈ നിങ്ങൾ ഈ പറയണ വ്യക്തി മാത്രമുള്ളോ ഡാൻസ് പഠിപ്പിക്കുന്നേ? ആരെയാണ് ഉദ്ദേശിച്ചത്? എന്താ അങ്ങനെ നിങ്ങൾ പറയണത്? എത്രയോ പയ്യന്മാരുണ്ട് അവിടെ. അതെ, ആരെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് പറയാൻ നിങ്ങളുടെ അടുത്തൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. എന്റെ അഭിപ്രായം മോഹിനിയാട്ടം കളിക്കുമ്പോഴേ ഉദ്ദേശിച്ചത് RLV രാമകൃഷ്ണൻ അല്ലേ? നേരിട്ടുള്ള ചോദ്യമാണ്. ഉദ്ദേശിച്ചത് RLV രാമകൃഷ്ണൻ അല്ലേ? ഒരിക്കലല്ല RLV രാമകൃഷ്ണൻ. എനിക്ക് ഇങ്ങനെ പൊതുവേദികളില് അതന്നെ പറയാം. ഞാൻ പറയട്ടെ, RLV എന്ന് പറഞ്ഞ സ്ഥാപനം എനിക്കറിയാം, കലാമണ്ഡലം അറിയുന്നത് പോലെ അറിയാം. അല്ലാണ്ട് രാമകൃഷ്ണനാണോ ഗോവിന്ദനാണോ ഗോപാലനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല എന്ന് താങ്കൾ പറയുന്നില്ല. RLV രാമകൃഷ്ണൻ തന്നെയാണ് ഉദ്ദേശിച്ചതാണ് പൊതുസമൂഹവും ചാനലുകാർ ഇങ്ങനെ അല്ല പൊതുസമൂഹം നമ്മളെ ഫേസ്ബുക്കിൽ വരുന്നതെല്ലാം സത്യമാണോ? അതൊന്ന് പറഞ്ഞാട്ടെ. അതല്ലല്ലോ നമ്മുടെ വിഷയം. എല്ലാം സത്യമാണോ? ഞാൻ അത് തന്നെ ചോദിക്കണത്. അല്ല, ആയിക്കോട്ടെ, അപ്പൊ അതേപോലെ ഇതും വരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ RLV രാമകൃഷ്ണനെയാണ് ഉദ്ദേശിച്ചത്. RLV രാമകൃഷ്ണൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതേപോലെ ഇതും വരുന്നു. ചാലക്കുടിയിൽ മറ്റൊരു കലാകാരനെ കാണിക്കാനില്ലെങ്കിൽ ഞാൻ എന്തിനാ പറയുന്നേ? പക്ഷെ RLV രാമകൃഷ്ണൻ പറയുന്നു. ആര് പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചാനലിലെ അത് ശരി. അപ്പൊ അത് അയാൾ അങ്ങനെ ഉദ്ദേശിക്കുക. അയാൾ ആര് അതൊക്കെ പറയാനായിട്ട്?
അപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ അല്ലേ? പയ്യന്മാരുണ്ടല്ലോ ചാലക്കുടിയില്, മറ്റേതോ കലാകാരനാണോ? പയ്യന്മാരുണ്ട്. ആർ എൽ വി രാമകൃഷ്ണൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറെ ഏതോ ഒരു കലാകാരനല്ല, പൊതു ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതായത് കറുത്ത പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് മോശമാണ്, മ്ലേച്ഛമാണ്, ആ അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ ഇനിയും നിങ്ങളോട് ചോദിക്കുകയാണ്, കറുത്ത വർഗം വെളുത്ത വർഗം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വാക്കുകളില്ലേ? അതിനെതിരെയല്ലേ നമ്മൾ പറയുന്നത്? കറുത്ത വർഗത്തിനെതിരെയല്ലേ പോരാട്ടങ്ങൾ നടന്നത്? അതൊരു വെളുത്ത കുട്ടിയാ. സൗത്ത് ആഫ്രിക്കയിലൊക്കെ നടന്ന പോരാട്ടങ്ങളെ കുറിച്ച് താങ്കളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആ രാജ്യത്തുണ്ടായ മാറ്റവും നെൽസൺ മണ്ടേല ജയിൽ മോചിതനായ ഒക്കെ നമുക്കറിയാം. ഒരു കറുത്ത വർഗക്കാരനെ കാൽ കൊണ്ട് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ ലോകമെങ്ങും വലിയ പ്രകമ്പനമുണ്ടായതാണ്. നമുക്കിടയിൽ, എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഇപ്പോഴും ജാതിയും മതവും കറുപ്പും വെളുപ്പുമുണ്ട്. അത് സമ്മതിക്കുന്നതിൽ എനിക്ക് ഒരു തർക്കവുമില്ല. നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്, നമ്മൾ അറിയാതെയും അറിഞ്ഞും ഓരോ നിമിഷവും ഉണ്ട്. പക്ഷേ ബോധപൂർവം അത് പറയുക, ബോധപൂർവം അത് പറയുക, അതെന്തൊരു മോശമാണ്. ഇത്രയും ശിഷ്യസമ്പത്തുള്ള താങ്കൾ ഇങ്ങനെ പരസ്യമായി ഒരു അബദ്ധം പറ്റിയാൽ അത് തിരുത്തുകയല്ലേ വേണ്ടത്? കേൾക്കുന്നുണ്ട്. ഒരു അബദ്ധം പറ്റിയാൽ അത് അബദ്ധമാണെങ്കിൽ തിരുത്തുകയല്ലേ വേണ്ടത്? എന്തിനാണ് അതിൽ പിടിച്ചിങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? കറുത്ത ഒരാൾ മോഹിനിയാട്ടം കെട്ടിയാൽ, കളിച്ചാൽ, ആടിയാൽ അത് ആ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന് അധിക്ഷേപിക്കുന്നത് എന്തിനാണ്? അതെ അല്ലല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞതൊന്നും കേട്ടില്ല, പെറ്റ തള്ളാന്ന് മാത്രമേ കേട്ടുള്ളൂ. ഇപ്പൊ അങ്ങയുടെ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് അതിന് മുൻപ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് താങ്കളുടെ ഭാഗം അത് ശരിയാണ് എന്ന് പറയാൻ കഴിയുന്നത് എന്താണ് വിശദീകരിക്കാൻ കഴിയുക? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരൊറ്റ ആളെയോ ഒരു വ്യക്തിനെയോ ഒരു സംഘടനേനെയോ ഒരു കൂട്ടായ്മേനെയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ ചാനലുകാർ ഇതിനെ വളച്ചൊടിച്ച് ഒരാളുടെ സൈഡിൽ നിന്നൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഇത്ര 66 വയസ്സായ ഞാൻ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ നൃത്ത ജീവിതത്തിനോടനുബന്ധിച്ച് ഓരോ കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരാളെ തെറ്റു പറയാനോ ഒരു വ്യക്തിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം എടുക്കുക. അല്ല, പറഞ്ഞത് തെറ്റായി പോയി എന്നതാണോ? പറഞ്ഞു പോയത് തെറ്റായി പോയി എന്നതാണോ? എന്ത് തെറ്റ്? നമ്മൾ കല ഞാൻ ചോദിക്കട്ടെ, കലയായിട്ട് സംസാരിക്കുന്ന, ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ലൈവിലിരിക്കുന്ന ആൾക്ക് എന്നെ പോലെ കലയായിട്ട് സംസാരിക്കാൻ വല്ലതും അറിയാവോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഇരിക്കുന്ന പോസ്റ്റിൽ എനിക്കും പറ്റൂല. ശരി, ഏതായാലും താങ്കൾ പറഞ്ഞു താങ്കൾക്ക് വലിയ ശിഷ്യസമ്പത്തുള്ളതാണ്, പറ്റൂല. അപ്പൊ പിന്നെ നമ്മള് ഒരിക്കലും ഒരു തെറ്റ് ചെയ്തെങ്കിലേ നമ്മൾ ബഹുമാനിക്കുന്ന പ്രതിഭയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ ഒരിക്കൽ കൂടി കേൾക്കാം. താങ്കൾക്ക് അതിൽ തെറ്റ് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമായ ചിലതുണ്ട് അതിൽ. അതെന്താണ് അങ്ങേക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പറഞ്ഞതിൽ പിഴവ് പറ്റിയെങ്കിൽ അത് തിരുത്തുന്നതല്ലേ സാധാരണ നിലയിൽ ചെയ്യേണ്ട ഒരു അധ്യാപിക എന്ന നിലയിൽ. ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കാം. തെറ്റില്ലെങ്കിൽ ഞാൻ വിടുന്നു. ഞാൻ അതേക്കുറിച്ച് തർക്കിക്കാനേ ആണില്ല. ആ പ്രതികരണം ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം. മോഹിനി ആയിരിക്കണം ഇപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കിടന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. ഇതാണ് പറഞ്ഞത്, ഇവരെ കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കില്ലെന്ന്. ഇപ്പോൾ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്നതിൽ താങ്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് ശരി. പക്ഷേ മറ്റൊന്നുണ്ടല്ലോ, മോഹിനിയാട്ടത്തിന് ഈ ഭരതനാട്യം പോലെ ദീർഘമായ ചരിത്രമുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ രേഖപ്പെടുത്തി വന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സമീപകാലത്ത് അത് പിന്നീട് കേരള കലാമണ്ഡലത്തിന്റെ രൂപീകരണത്തോട് കൂടുതൽ ശ്രദ്ധയിലേക്ക് വരുന്നു. ഇരേമൻ തമ്പിയുടെ കൃതികൾ, വള്ളത്തോളുടെ ഇടപെടൽ, പിന്നീട് നാരായണപ്പണിക്കർ അടക്കം ഈ ശൃംഗാരത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കർണാട്ടിക് സംഗീത പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി നമ്മുടെ തനത് കലയാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്.
അങ്ങനെ ഒരു പരിവർത്തനം ഈ കലയിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ വീണ്ടും ഈ പഴയതിലേക്ക് പോയി. ഇത് ശൃംഗാരമാണ്, ഇത് സ്ത്രീയാണ്, അതിൻ്റെ മറ്റു ചില പഠനങ്ങളുണ്ട്, അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ശൃംഗാരമാണ്, സ്ത്രീയാണ് എന്ന തരത്തിലേക്കൊക്കെ മാത്രമായി ഒതുക്കി വീണ്ടും കൊണ്ടുപോകുന്നത് അത്ര നല്ലതാണോ? അതാണോ ഒരു നവോത്ഥാന രീതി കലയിൽ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചത് ഇപ്പം ലാസ്റ്റ് പറഞ്ഞത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എനിക്ക് മറുപടി പറയണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് നിങ്ങളുടെ ലൈവ് ഓഡിയോ എനിക്ക് കേൾക്കണം. രേമൻ തമ്പിയും നാരായണ പണിക്കരും മറ്റേ അവരുടെ പേര് മാത്രം കേട്ടു. അപ്പോൾ ഞാൻ ഇതിനെ മറുപടി എങ്ങനെ പറയും? ശരി, ശബ്ദം ഒന്ന് മറുപടി ഞാൻ പറയാം. ശബ്ദം ഒന്ന് ശരിയാക്കട്ടെ. ഡോക്ടർ രാജി, അതായത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണല്ലോ താങ്കൾക്ക് ഈ പ്രതികരണം കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? ശരിക്കും ഒരു വംശീയ അധിക്ഷേപമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു ടീച്ചറാണ് സത്യഭാമ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇങ്ങനൊരു പരാമർശം നടത്തിയതിൽ ശരിക്കും ഞാനതിൽ ഖേദിക്കുകയാണ്. കാരണം അതിൽ പറഞ്ഞ ഒരു വേർഡ് കാക്കയുടെ നിറം. ഈ നൃത്തം പഠിക്കുന്ന നമുക്കൊരു പാത്രപ്രാണങ്ങൾ പറഞ്ഞിട്ട് ദശപ്രാണം 10 ക്വാളിറ്റീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് നർത്തകിമാരുടെ അല്ലെങ്കിൽ നർത്തകൻ്റെ. അതിലെവിടെയും ഒരു കളറിനെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാക്കയുടെ നിറമെന്നോ അല്ലെങ്കിൽ വളരെ മോഹിനി രൂപമെന്നോ എന്നും വിശേഷിപ്പിച്ചിട്ടില്ല. മോഹിനിയാട്ടം എന്ന് പറയുന്നതിലൊരു മോഹിനി എന്നുള്ളൊരു പദം ഉണ്ടെങ്കിൽ പോലും അത് മോഹിനിമാർ തന്നെ ചെയ്യണം എന്ന് എവിടെയും നിഷ്കർഷിച്ചിട്ടില്ല. ഇപ്പോൾ ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രത്തിലോ അല്ലെങ്കിൽ നന്ദികേശ്വരൻ എഴുതിയ അഭിനയ ദർപ്പണത്തിലോ അങ്ങനെയൊരു പരാമർശം ഇല്ല. പിന്നെ നൃത്തത്തിൻ്റെ ഒരു ഘടകമാണ് ആഹാരി അഭിനയം. ഇപ്പോൾ ചതുർവിധാഭിനയങ്ങളിൽ ഒരു അഭിനയ വശമാണ് ആഹാരി അഭിനയം. അതിൽ കളറില്ലാത്തവർക്കും കളർ കൂടിയവർക്കും അവരവരുടെ ബോഡി ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് കളറിനെ വ്യത്യാസപ്പെടുത്താനുള്ള കഴിവുണ്ട്. എത്ര ഭംഗിയില്ലാത്തവരെയും ഭംഗിയാക്കാനും ഭംഗി ഒരുപാട് കൂടിപ്പോയെങ്കിൽ അവരെ കുറച്ച് കുറയ്ക്കാനും എല്ലാ തരത്തിലുള്ള ടെക്നോളജിയും ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ RLV രാമകൃഷ്ണൻ അല്ലെങ്കിൽ ചാലക്കുടിയിലെ ആ കലാകാരന് അങ്ങനെയൊന്നും മാറാൻ കഴിയാത്തതാണോ? ഈ കലയുടെ ഒതുക്കത്തിലേക്ക്, അതിൻ്റെ ഭംഗിയിലേക്ക് മാറാൻ കഴിയാതെ പോകുന്നുണ്ടോ? ഈ വിമർശനത്തിന് എന്തെങ്കിലും കാതലുണ്ടോ? അദ്ദേഹത്തിൻ്റെ നിറം കറുപ്പായതുകൊണ്ട് പെറ്റതള്ള പോലും സഹിക്കാത്ത തരത്തിലാണോ വേദിയിൽ അവതരിപ്പിക്കുന്നത്? ഒരിക്കലുമില്ല. RLV രാമകൃഷ്ണൻ പറഞ്ഞ സാറിൻ്റെ പ്രോഗ്രാം ഞാനും ആ സാറും ഒരേ വേദി പങ്കിട്ടിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ വളരെ ആരാധനയോട് കണ്ടിരിക്കുന്ന ഒരു സവിശേഷ കലാകാരനാണ് RLV രാമകൃഷ്ണൻ സാർ. കാര്യം സ്റ്റഡിനെസ്, ചടുലത, സ്റ്റഡിനെസ്, അതുപോലെ നല്ല ഹാർഡ് വർക്ക്, കോൺസെൻട്രേഷൻ, ഡിവോഷൻ, അതുപോലെ ഒരു നൃത്തം കോറിയോഗ്രഫി ചെയ്യാനുള്ള അസാധ്യ കഴിവ്, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരു കലാകാരനാണ് RLV രാമകൃഷ്ണൻ സാറ്. സാറ് കളിക്കുന്ന സാറ് സത്യം പറഞ്ഞ ഒരു കഥാപാത്രത്തെ ഇപ്പം നാട്യശാസ്ത്രം തന്നെ പറയും, ഇപ്പോൾ ഒരു വീരവാൻ അതിപ്രതാപവാനായിരിക്കണം. അതൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നതാണ്. പക്ഷെ ആ കഥാപാത്രം വ്യക്തികളല്ല, നമ്മൾ ആ കഥാപാത്രമായിട്ട് രൂപാന്തരപ്പെടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 100% ഒരു കഥാപാത്രത്തിനോട് നീതി പുലർത്തുന്ന വ്യക്തിയാണ് RLV രാമകൃഷ്ണൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ 100% നീതി പുലർത്തുന്ന ഒരു കലാകാരന് അധിക്ഷേപം ഇന്നും കേരളത്തിൽ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ ഇവിടെ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ മറ്റു വേദികളിലുമൊക്കെ അത്തരം മാറ്റി നിർത്തലുകൾ ഇപ്പോഴും ഉണ്ടാകുമെന്ന് ഈ പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ കരുതേണ്ടി വരില്ലേ? എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടൽ? അത് ജാതിയുടെ പേരിലാണോ, ദേശത്തിൻ്റെ പേരിലാണോ, അതോ നിറത്തിൻ്റെ പേരിലാണോ, അതോ ഇത് മൂന്നുമുണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ മേതിൽ ദേവികയുമായി സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ്, കലാമണ്ഡലത്തിൽ ഗസ്റ്റ് ലെക്ചറായി ഞാൻ ചെല്ലുന്ന ദിവസം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപകൻ, പുരുഷ അധ്യാപകൻ വന്ന് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദേശം ഏതാണ്, നിങ്ങളുടെ ജാതി ഏതാണ്? ഇത് രണ്ടും ചോദിച്ചതിന് ശേഷമാണ് അംഗീകരിച്ചത്. ഞാൻ മനുഷ്യജാതിയാണ് എന്ന് പറഞ്ഞ് ആ ചർച്ച അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ കലാമണ്ഡലത്തിൽ പോകേണ്ടമുണ്ടോ ജാതീയമായ മേൽക്കോയ്മ? അത് ആദ്യകാലത്തുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ പ്രാദേശികമായ മേൽക്കോയ്മയും ഇപ്പോഴുമുണ്ടോ? എന്തുകൊണ്ടാണ് ഈ വിവേചനം ഇപ്പോഴും? ഇതിനകത്ത് എൻ്റെ ബാല്യകാലം തൊട്ട് എനിക്കറിയാവുന്ന ഒരു ടീച്ചറാണ് സത്യഭാമ ടീച്ചർ. കാരണം ഞങ്ങൾക്ക് ഒരു ഫാമിലി ട്രസ്റ്റ് ഉണ്ടായിരുന്നു, റിഗാറ്റ കൾച്ചറൽ സൊസൈറ്റി. ഇപ്പോൾ റിഗാറ്റ നാട്യ സംഗീതം അങ്ങനെ മറ്റൊരു പേരിലാണ്. ഇപ്പോൾ ഞങ്ങളത് വൈൻഡപ്പ് ചെയ്തു. അവിടെ ടീച്ചർ വന്നിട്ടുണ്ട്, ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ശശിചേട്ടൻ എന്ന് വിളിക്കുന്ന ഉദ്യോഗ് മണ്ഡൽ ശശി, ഇവരൊക്കെ. അതുപോലെ തന്നെ RLV രാമകൃഷ്ണൻ, കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യമായി നായകനാക്കി സിനിമ നിർമ്മിച്ച ആളാണ് ഞാൻ.
മൈ ഡിയർ കരടി എന്ന ചിത്രത്തിലൂടെ കലാഭവമണി ഹീറോ ആക്കുന്നതാണ് ഞാൻ. RLV രാമകൃഷ്ണനുമായിട്ടും ഞാൻ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് ഞാൻ സത്യസന്ധമായി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. 7 കളേഴ്സാണ് നമ്മുടെ എന്താ പറയുന്ന മഴവില്ലിനുള്ളത് അല്ലേ, വിബ്ജിയോർ. ഈ വിബ്ജിയോർ 7 കളറും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന കളർ കറുപ്പാണ്. പിന്നെ എൻ്റെ മുടി ഒന്ന് വെളുത്താൽ ഉടനെ ഞാൻ ഡൈ ചെയ്യണമെങ്കിൽ ഞാൻ കറുപ്പിനെ സ്നേഹിക്കുന്നു. സത്യഭാമ ടീച്ചറും ഡൈ ചെയ്യുന്ന പ്രായമായിട്ടുണ്ട്. പക്ഷേ സത്യഭാമ ടീച്ചർ ഒരു വ്യക്തിയെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിനു മുമ്പേ ഉള്ള ചർച്ചകൾ അതാണ് RLV രാമകൃഷ്ണന്. ഞാൻ രാമകൃഷ്ണനെ ഫോൺ ചെയ്തു, അതുകൂടെ പറയാം. അപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു, ചേട്ടാ ഇത് നിരന്തരം എന്നെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് വളരെ, കാരണം ഞാനും രാമകൃഷ്ണനായിട്ട് ആ വീട്ടിൽ അത്ര ബന്ധമുണ്ട്, അറിയാലോ. മണിയായിട്ട് എൻ്റെ കുറേ പടങ്ങളിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ്. ടീച്ചറും അത് എനിക്ക് അത്രയും അടുപ്പമുള്ളതാണ്. പക്ഷേ ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. മോഹിനി ആട്ടം ആ വാക്കിൽ തന്നെ ഉണ്ട്, മോഹനനാട്ടമല്ല. അതാരാണോ ആ നൃത്തം കൊണ്ടുവന്നത്, അത് ഏത് കാലഘട്ടത്തൊട്ട് യുവജനോത്സവത്തിൽ കൊണ്ടുവന്നോ അവരെയാണ് പറയേണ്ടത്, അല്ലാതെ RLV രാമകൃഷ്ണൻ അല്ല. കാരണം RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമുക്കെല്ലാം അറിയാം, വളരെ സാധു കുടുംബത്തിൽ നിന്ന് വന്ന മണിയെപ്പോലെ കലയിൽ വേണ്ടി മാത്രം ജീവിച്ച് ഇന്ന് അതിൽ അത്യുന്നതങ്ങളിൽ തന്നെയാണ് അയാളുടെ സ്ഥാനം കേട്ടോ. അയാൾ വെറുതെ മറ്റേ ഡാൻസുകാരെ പോലെയല്ല, പെർഫെക്ഷൻ. കാരണം ഡാൻസ് ഞാൻ ഏകദേശം ഒരു 2000 വേദികളിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചിട്ടുണ്ട്, ടീച്ചറിന് അതറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വളരെ പെർഫെക്ഷൻ ഓടുകൂടി എന്താണ് മോഹിനിയാട്ടം അത് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെ. പിന്നെ ടീച്ചർ പറഞ്ഞ ഒരു വാചകത്തിൽ എനിക്കും വിഷമമുണ്ട്, പെറ്റ തള്ള സഹിക്കില്ല, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, കാക്ക കറുപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക്, ഈ പോയ വാക്കും വിട്ട അമ്പും തിരിച്ചെടുക്കാൻ ഒക്കില്ല. ടീച്ചർ പക്ഷെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല. ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാനും പറയുന്നു, ഒരു പക്ഷേ ഈ ചാനലിൽ വന്നൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞു അത് ഒരു, പിന്നെ ഈ 21ാം നൂറ്റാണ്ടിലും കറുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് വംശീയ അധിക്ഷേപം എന്ന് ഈ ചാനൽ ചർച്ചകളിനോട് ഞാൻ, കാരണം ഞാൻ കറുപ്പും അല്ല വെളുപ്പും അല്ല, രണ്ടുപേര് പറയുമ്പോഴും എനിക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. നമ്മൾ 21st സെഞ്ച്വറിയിൽ ജീവിക്കുന്നവർ ഇതെല്ലാം മാറ്റിയിട്ട് നിർത്തുക. പക്ഷേ ടീച്ചർ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ RLV രാമകൃഷ്ണൻ എന്ന കലാകാരനെ അംഗീകരിക്കണം, ടീച്ചറിനെ ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നത് പോലെ എന്ന്. ഇത് കേസൊന്നും നിൽക്കാൻ പോകുന്നില്ല കേട്ടോ, കാരണം മണിയുടെ അവിടെ പേര് പറഞ്ഞിട്ട് കേസിന്റെ പ്രശ്നമല്ലല്ലോ ശ്രീ. അല്ല, ടീച്ചർ പറഞ്ഞ വാക്കുകൾ ഞാനും പറയുന്നുണ്ടല്ലോ, വളരെ മോശമായി പോയി. പക്ഷേ ടീച്ചർ ഇതിനു മുമ്പേ ഒരു ചാനലിൽ 1 മണിക്കൂർ മുമ്പേ ഞാൻ കണ്ടതിനകത്ത് ടീച്ചർ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ 100% ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂത്ത് ഇഷ്യൂവിൽ TV-യിൽ കുറേ കുട്ടികളെ കണ്ടപ്പോൾ, സാധാരണ ഭരതനാട്യത്തിന് നെറ്റിച്ചുട്ടി, മാട്ടി, നത്ത്, ചെലങ്ക, സൂര്യൻ, ചന്ദ്രൻ, ഇപ്പോൾ ആകാശം, ഭൂമി, കടൽ, ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് ഈ പിള്ളേരെ തിരിച്ചറിയാൻ വയ്യ. ടീച്ചർ അതായിരിക്കും ഉദ്ദേശിച്ചത്, തിരിച്ചറിയണം. ഇപ്പോൾ ശോഭന ഡാൻസ് ചെയ്യുമ്പോൾ ഒരു വേദിയിൽ വരുമ്പോൾ ഇത് ശോഭനയാണെന്ന് അറിയണമെങ്കിൽ അത് ശോഭനയായിട്ട് വരണം. അല്ലാതെ ഈ 10 ഗ്രൂപ്പിൽ 10 പിള്ളേരുണ്ടെങ്കിൽ 10 പേരെയും തിരിച്ചറിയാൻ പറ്റുന്നത് വലിയ മേക്കപ്പാണെന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. 10 കുട്ടികളെയും തിരിച്ചറിഞ്ഞിട്ട് അവരുടെ പെർഫെക്ഷനിൽ, അവരുടെ നൃത്തത്തിൻ്റെ മൂവ്മെൻറ്റ്സിൽ 10 പേരും ഒരുപോലെയാണോ, അല്ല 10 കുട്ടികളുടെ മുഖം ഒരുപോലെ ആവണമെന്ന് ഗ്രൂപ്പ് ഡാൻസിലൊരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം നിയമങ്ങൾ നമ്മുടെ യുവജനോത്സവത്തിൽ കൊണ്ടുവരണം. വളരെ മോശം, യാതൊരു സംശയമില്ല. ഇപ്പം ടീച്ചറിൻ്റെയൊക്കെ കാലത്തും ഞങ്ങളിലൊക്കെ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലത്തും റിഗാറ്റയായാലും എൻ്റെ ഇളയ ചേച്ചി 3 തവണ ഓവറോൾ ചാമ്പ്യനാണ്, ഗീതാ കൃഷ്ണകുമാർ. അന്ന് കലാതിലകില്ല, സത്യഭാമ ടീച്ചറും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗീതാ കൃഷ്ണ, ഇപ്പോൾ ദർപ്പണ നൃത്യക്ഷേത്ര, അവരൊക്കെ അതിനു വേണ്ടി, കാരണം അവരെ പഠിപ്പിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? വെമ്പട്ടി, ചിന്നസത്യം, അങ്ങനെയുള്ളവരടുത്ത് വീട്ടിൽ വന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പഠിക്കുക ജെനുവിൻ. ഇപ്പൊ അതല്ല, ഈ വായി തോന്നിയത് കോതയ്ക്ക് പഠിക്കുന്നത് എല്ലാവരും. അങ്ങയുടേത് വലിയ കലാകുടുംബമാണ്, നൃത്തവുമായി വലിയ ബന്ധമുണ്ട്, അങ്ങയുടെ സഹോദരിമാരടക്കം. വിനുകുര്യത്തിനെ അഭ്യർത്ഥിക്കാൻ കഴിയുമോ? പറഞ്ഞത് തെറ്റായി പോയി, അത് തിരുത്തുന്നതല്ലേ ഉചിതമെന്ന്? അത് മനസ്സിലാകാതെ പോകുന്നതാണോ? അല്ലല്ല, നല്ല കലയെ പഠിപ്പം. മേതിൽ ദേവികയുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മേതിൽ ദേവിക ഞങ്ങളുടെ വീട്ടിൽ 6 വർഷം താമസിച്ച് തന്നെയാണ് പഠിച്ചത്. അവരതിൽ ടോപ്പായി. നീന പ്രസാദ് എൻ്റെ ചേച്ചിയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് നീന പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ആ കലയെ അതുപോലെ നോക്കി. അതുപോലെ രാമകൃഷ്ണൻ ആ ജോലിയിൽ അന്തസ്സായി ജീവിക്കുകയാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതുകൊണ്ട് മാന്യമായി ജീവിക്കുന്നത് കൊണ്ട് ടീച്ചർ അതാണോ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. പക്ഷേ എന്തായാലും അങ്ങ് ഇത്രയും ദീർഘമായി വിശദമായി പറഞ്ഞത് എന്താണ് ഇതിന്റെ ഡെപ്ത്, ഈ വിമർശനത്തിന്റെ ഡെപ്ത് എന്താണ്, അല്ലെങ്കിൽ അത് അധിക്ഷേപമാകുന്നത് എങ്ങനെയാണ് എന്ന് ടീച്ചർക്ക് കൂടി മനസ്സിലാകും എന്ന അർത്ഥത്തിലാണ് അത് വിശദമായി അങ്ങ് പറയുമ്പോൾ ഞാനും കേട്ടത്, പ്രേക്ഷകനും കേൾക്കുന്നത്. വളരെ വേഗത്തിൽ തിരികെ എത്താം, ടീച്ചറുടെ മറുപടിയിലേക്ക് പോകേണ്ടതുണ്ട്. മോശമായി ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തൽ, അത് നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് അതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്, യഥാർത്ഥം സംഭവിച്ചത് എന്താണ്? ടീച്ചറിലേക്ക് ഞാൻ വരാം. ശ്രീമതി കലാമണ്ഡലം സത്യഭാമ, താങ്കൾ നേരത്തെ മറുപടി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. നേരത്തെ വിനു കിരിയത്ത് പറഞ്ഞ താങ്കൾ കേട്ടു, ഒപ്പം നേരത്തെ ഡോക്ടർ രാജി പറയുന്നതും കേട്ടതാണ്.
താങ്കൾക്ക് ഈ മറുപടികളിൽ നിന്ന് അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ് തോന്നുന്നത്? പറയാം. അതായത് രാജിയെ സംബന്ധിച്ച് രാജി രാമകൃഷ്ണന്റെ കൂടെ ഈ പറഞ്ഞ നൃത്താധ്യാപകന്റെ കൂടെ സ്റ്റേജിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ പിന്നെ രാജിക്ക് ഒരുപാട് കടപ്പാട് കാണും അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ. സോറി ടീച്ചർ, ഞാൻ ആ സാറിന്റെ കൂടെ വേദി പറയാണ്. അല്ല എന്തോ തിരുത്തുണ്ട്, പറഞ്ഞതാണ് അന്തസ്സായിട്ടുള്ള മറുപടി. അല്ലല്ല ഡോക്ടർ രാജിക്കും എന്തോ ഒരു ചെറിയ കാര്യം പറയണ്ട, അതുകൂടി പറഞ്ഞിട്ട്. ഡോക്ടർ രാജി, RLV രാമകൃഷ്ണൻ എന്ന സാറിനെ എനിക്ക് നേരിട്ടിട്ട് അറിയില്ല. ഞങ്ങളൊരു പ്രോഗ്രാമിൽ സാറ് പ്രോഗ്രാം ചെയ്തതിന് ശേഷം അടുത്ത പ്രോഗ്രാം അവതരിപ്പിച്ച വ്യക്തി ഞാനായിരുന്നു. അപ്പോൾ സാറ് കളിച്ചത് ഞാൻ പുറത്തിരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ അറിയാമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് സാറിനെ വ്യക്തിപരമായിട്ട് അറിയില്ല, പരിചയമില്ല. ശരി, ആയിക്കോട്ടെ. മാത്രമല്ല കലാമണ്ഡലം സത്യഭാമ അല്ല ഈ RLV രാമകൃഷ്ണൊപ്പം ഒരു ഒറ്റ കാര്യം RLV രാമകൃഷ്ണൊപ്പം വേദിയിൽ നൃത്തമാടിയിട്ടുണ്ടെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കടപ്പാട് കാണുമല്ലോ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അതെങ്ങനെയാണ് അങ്ങനെ ഒരു കടപ്പാട്? ഇപ്പോൾ ദീർഘകാലമായി കലാമണ്ഡലം സത്യഭാമയെ അറിയാം, ചെറിയ പ്രായം മുതൽ. അത് പറഞ്ഞുകൊണ്ടല്ലേ ഈ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് വേദിയിൽ നൃത്തം ചെയ്തത് എന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? കടപ്പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കടപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതർത്ഥത്തിലാണ് എടുക്കണത്? അതായത് നമ്മൾ ഒരാളെ കൂടെ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ഈ കുട്ടിയെക്കാളും സീനിയർ ആയിരിക്കും. അപ്പൊ കലാലോകത്തിൽ തമ്മിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ രാജി ഇപ്പൊ ഇത് കണ്ടപ്പോൾ രാജി കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ഈ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ ഇൻ്റർവ്യൂ ഈ കുട്ടി കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വിനു ഗിരിയത്താണെങ്കിൽ സംസാരിച്ചത് അന്തസ്സായിട്ട്, വിനുവിനെ എന്നെ വർഷങ്ങളായിട്ട് അറിയാം. ഒരു പയ്യൻ്റെ പേരോ ഒരു നൃത്ത അധ്യാപികയുടെ പേരോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പെറ്റ തള്ള എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ പറഞ്ഞ പെറ്റ തള്ളയില്ലേ. പിന്നെ നമ്മളെ നാട്ടും പ്രദേശത്ത് നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെറ്റ തള്ള എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞു പ്രസവിച്ചു എന്നൊന്നും പറയില്ല. പെറ്റ തള്ള എന്ന് പറയുന്ന കറുപ്പ് കാക്കയുടെ ആവശ്യം നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചാണ്? നിങ്ങളെ ഒരു ബലി നടത്തി കൈ കൊട്ടി കാക്ക വന്നില്ലെങ്കിൽ ആ മരിച്ച ആൾ അവിടെ വന്നിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ബലി ഇടുമ്പോഴേ കൈ കൊട്ടി കാക്കയെ വിളിക്കുന്നത്. കാക്ക എന്താ നിസാര ഐറ്റമാണോ? ഒരിക്കലും അല്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ചാനലുകാരുടെ അടുത്തും നിങ്ങൾ എന്നെ വിളിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു ജാതിയോ മതമോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചാലക്കുടിയിലെ ഒരു നൃത്താധ്യാപകൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ചാലക്കുടിയിൽ. ഈ തിരുവനന്തപുരം തെക്ക് ഭാഗത്തേക്ക് വരുന്നേക്കാട്ടിലും ഏറ്റവും അധികം ആമ്പിള്ളേരുള്ളത് വടക്കോട്ട. ഞാൻ തൃശ്ശൂർക്കാരിയാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരിയൊന്നുമല്ല. അങ്ങോട്ടാണ് ഏറ്റവും അധികം ആമ്പിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ RLV ആണ്. അങ്ങനെ RLVയിൽ പഠിച്ച് ഇവിടെ സംഗീത കോളേജും അല്ല. അങ്ങനെ RLVയിൽ പഠിച്ച് മോഹിനിയാട്ടത്തിൽ ബിരുദം, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം ഫസ്റ്റ് റാങ്ക്, കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ MPhil ടോപ്പ് സ്കോററാണ്. എന്റെ പൊന്നെ, മോഹിനിയാട്ടത്തിൽ PhD, UGC നെറ്റ്, ദൂരദർശൻ A ഗ്രേഡ് ആർട്ടിസ്റ്റ്, 15 വർഷത്തോളം അധ്യാപന പരിചയം. ഇതാണ് RLV രാമകൃഷ്ണന്റെ ക്വാളിഫിക്കേഷൻ എഴുതി നമുക്ക് പറയാൻ കഴിയുക. നൃത്താധ്യാപനത്തിലെ പരിശീലനത്തിലെ മിടുക്കൊക്കെ മറ്റൊരു കാര്യമാണ്. അല്ല, അദ്ദേഹത്തെ അല്ല ഉദ്ദേശിച്ചതെങ്കിൽ മറ്റാരെയോ ആണ്. അത് അങ്ങ് പറയുന്നില്ല എങ്കിൽ എന്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആ മേഖല ഒരുപാട് കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നുണ്ടല്ലോ മോഹിനിയാട്ടം. അങ്ങനെ കറുത്തവർ, നിങ്ങൾ പറഞ്ഞതുപോലെ സൗന്ദര്യമില്ലാത്തവരാണെങ്കിൽ അവരിനി മോഹിനിയാട്ടം പഠിക്കേണ്ടതില്ല എന്നാണോ ഒരു അധ്യാപിക എന്ന നിലയിൽ ഉപദേശമായി നൽകാനുള്ളത്? അല്ല, അത് കറുത്തവരെന്ന് പറഞ്ഞ പെൺകുട്ടികളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, അതിന് ആൺകുട്ടികളല്ലേ പറഞ്ഞത്. അത് മോഹിനിയാട്ടം വരുമ്പോഴേ പ്രശ്നമുള്ളൂ. വേറെ എന്തെല്ലാം അർട്ട് ഫോം ഉണ്ട് ആൺപിള്ളേർക്ക്. പിന്നെ അതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞു. ഞാൻ നാട് നീളെ വല്ല കവലകളിലൊക്കെ ചെന്നിരുന്നു പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്കും എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ.
ഞാനൊരു വ്യക്തിയെ പറഞ്ഞോ, നിങ്ങൾ എടുക്ക് ആ ലിങ്ക്, നിങ്ങൾ ഒന്നുകൂടെ കേട്ടിട്ട് ബാധിക്കുക എന്നോട്. പലതവണ കേട്ടതാണ്. അതാ സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ എഴുതുന്നുണ്ട്. ഇത് ആരെഴുതിയതാണ് എന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. കറുപ്പ് ഒരു നിറമല്ല, ഭാഷയാണ് എന്നത് മുൻപെഴുതിയ ഒരു കവിതയിലെ വരികയാണ്. കറുപ്പ് താഴ്ത്തിക്കിടേണ്ട ഒരു നിറമായി തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്കിടയിലേക്കാണ് ആ വരികൾ എഴുതി വച്ചതെന്ന ബോധ്യമുണ്ട്. സൗന്ദര്യവും ആത്മാഭിമാനവും വെളുപ്പും കറുപ്പും നോക്കി തീരുമാനിക്കുന്ന ഒരു കലാമണ്ഡലത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എന്ന് പറഞ്ഞ് ആരോ ഒരു അഭിപ്രായം എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ രാജി, താങ്കൾ കലാമണ്ഡലത്തിൽ പഠിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കറുപ്പെന്ന നിറം അതൊരു പ്രശ്നമാണോ കലാമണ്ഡലത്തിലടക്കം? മോഹിനിയാട്ടം പഠിക്കുമ്പോൾ, മറ്റ് നൃത്തരൂപങ്ങൾ പഠിക്കുമ്പോൾ, മുന്നോട്ടുള്ള ഈ നൃത്തയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പറയുന്നത്. കലാമണ്ഡലത്തിൽ 5 വർഷം കല അഭ്യസിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഒരു പ്രോഗ്രാംസ് എല്ലാം വരുന്ന സമയത്ത് എപ്പോഴും നല്ല സൗന്ദര്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയ്ക്ക് കളറിലല്ല, എപ്പോഴും എനിക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നിറമാണല്ലേ അത് നമ്മൾ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കണം എന്നാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പം ഞാനൊരു നൃത്താധ്യാപിക ആയതുകൊണ്ട് സ്വാതന്ത്ര്യ സംഗീത കോളേജിലെ നൃത്ത വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, നമ്മളുടെ കോളേജിലും ഒത്തിരി കുട്ടികൾ ഇൻ്റർവ്യൂ പങ്കെടുക്കും ഓരോ ഡിഗ്രി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാക്കയുടെ നിറം ഒരു കറുപ്പിനെ പറ്റിയിട്ട് ആ ഒരു നിറത്തെ അധിക്ഷേപിക്കുമ്പോൾ, ഇപ്പോൾ ടീച്ചർ പറയുന്നു അത് പുരുഷന്മാരെ പറ്റി പറഞ്ഞതാണ് എന്ന്. പക്ഷേ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആ കറുപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ഇനി പഠിക്കാൻ വരുന്ന കുട്ടികൾ, നമ്മുടെ സംസ്കാരത്തിൽ പല വിഭാഗത്തിലുള്ള പല മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. എല്ലാവരും വെളുത്തവരായിരിക്കില്ല, കറുപ്പുണ്ടാവും, ഇരുണ്ട കളർ ഉണ്ടാവും, അതിനൊക്കെ താഴെ കറുപ്പുള്ളവരുണ്ടാവുമായിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിൽ ഭയപ്പെടുത്തിയിട്ടുണ്ടല്ലോ പ്രസ്താവന, ഈ മോഹിനിയാട്ടം കറുത്ത ആൺകുട്ടികൾ പഠിക്കേണ്ടതില്ല. ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ കറുത്ത ആൺകുട്ടികൾക്ക് ഇല്ല, ഞാൻ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. ആകെ പഠിക്കേണ്ടതില്ല എന്നതാണോ? ഞാൻ ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. രാജിക്ക് അങ്ങനെ ഒരു അനുഭവം അവിടെ കലാമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, കലാമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഉപരി ഞാനിപ്പോൾ പറയാൻ അല്ല, അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പ്രോഗ്രാംസ് വരുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയുള്ള കുട്ടികളെ സെലക്ട് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളവരെയും സെലക്ട് ചെയ്യും. എന്നെ കളിപ്പിക്കാതിരുന്നിട്ടില്ല, ഞാൻ കളിച്ചിട്ടുണ്ട്, കലാമണ്ഡലത്തിൽ ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, കറുത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് കലയിൽ പഠിക്കുമ്പോൾ ഒരു കോംപ്ലക്സ് എപ്പോഴും അവർക്ക് നിലനിൽക്കും. അവരെ ഈ ഒരു നിറത്തിന്റെ പേരിൽ പിന്തള്ളപ്പെടുമോ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള കുട്ടികൾക്ക് മാത്രം പ്രൊജക്ഷൻ കൊടുക്കുമോ? താങ്കളുടെ നൃത്തം മോശമായിരുന്നു എന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ നിറം ഒരു പ്രശ്നമായി കലാമണ്ഡലത്തിൽ ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും താങ്കളുടെ പെർഫോമൻസ് മോശമാണ്, താങ്കളുടെ അധ്യയനം മോശമാണ്, താങ്കളുടെ പ്രകടനം മോശമാണ്, അങ്ങനെ പിന്നീട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പിന്നീട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഈ അധിക്ഷേപം ഒരു പ്രശ്നം തന്നെയാണ് നിറത്തിന്റെ പേരിൽ. അല്ല, ഈ നിറത്തെ പറ്റി പറയുന്നത് എപ്പോഴും ആ നിറമുള്ളവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. മുന്നോട്ട് വരാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടെടുക്കും, അതിനൊരു റിലീഫ് കിട്ടാൻ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ സൂര്യ ഫെസ്റ്റിവൽ പോലെയുള്ള വലിയ വലിയ വേദികളിൽ എനിക്ക് നൃത്തം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് തന്നെ ആ ഒരു നിറത്തെ പറ്റിയിട്ട് അലട്ടുന്നില്ല. പക്ഷെ അങ്ങനെ മറ്റു കുട്ടികളും വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിലും ഈ നിറത്തെ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ഓരോ വാക്കുകൾ വരുമ്പോൾ ആ കുട്ടികളുടെ മനസ്സും വേദനിക്കും. അപ്പൊ അങ്ങനെ ഒരു ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ വിനു കിരിയത്ത്, നിറമല്ല കലയാണ് പ്രധാനം, മനുഷ്യത്വവും മാനവികതയും കൂടി ചേരുന്നതാണ് കല. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരാൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ കലയും സംസ്കാരവും മരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷം എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എത്രയെത്ര പോസ്റ്റുകളാണ് വരുന്നത് എന്നറിയില്ല. ഈ നിറത്തെപ്പറ്റിയും അതിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു, കറുപ്പിനെ പറ്റി ചർച്ച ചെയ്യുന്നു, കലയിൽ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഇത്. പക്ഷേ ഇങ്ങനെ പുറംപൂച്ചിന് വേണ്ടി നമുക്കിങ്ങനെ പറയാം, ഒരു രാഷ്ട്രീയ വർത്തമാനമായി നമ്മൾ പുരോഗമനവാദികളാണ്, നവോത്ഥാനവാദികളാണ് എന്ന് വെറുതെ ഒരു മേലങ്കി അണിയാൻ വേണ്ടി പറയാം എന്നേ ഉള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ ഈ കറുപ്പും വെളുപ്പും ഒക്കെ വേർതിരിക്കുന്ന ലോകത്ത് തന്നെ വീണ്ടും അഭിരമിക്കുമോ സ്വകാര്യ ജീവിതത്തിൽ? ഇവിടെ ഇപ്പോൾ രാജി പറഞ്ഞപ്പോൾ ഞാൻ ഒരു പോയിന്റ് എടുത്ത് പറയുകയാണ് കേട്ടോ. രാജിയെ പറയുന്നുണ്ട്, രാജിക്ക് ഒരു അപകർഷതാബോധം, ഞാൻ കറുപ്പാണ്. ഞാനാണ് ഭൂമിയിൽ ഏറ്റവും സുന്ദരൻ എന്ന് വിചാരിക്കണം കലാകാരൻ. കാരണം എന്തെന്നറിയുമോ, രജനീകാന്ത് കറുപ്പാണ്. നിങ്ങൾ നേരിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഭാനുപ്രിയ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ മേക്കപ്പ് ചെയ്ത. ഇനി റിഗാറ്റയിൽ തന്നെ പഠിച്ച ഒരു പുനലൂർ ജ്യോതിയുണ്ട്, കലാതിലകമായിരുന്നു. രാജൻ പൊതുവാൾ മാതൃഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ളത് ആ കുട്ടിയുടെ മേക്കപ്പ് ചെയ്തതിൽ ഇത്രയും സുന്ദരിയായ ഒരു നർത്തകിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരിപ്പോൾ അമ്മുമ്മയായി. അപ്പോൾ നിറമെന്ന് പറയുന്നത് അതിനാണല്ലോ മേക്കപ്പ് മാൻ. വെളുത്ത കുട്ടിക്ക് അങ്ങനെയാണെങ്കിൽ മേക്കപ്പ് മാൻ എന്തിനാ?
അപ്പോൾ അങ്ങനെയല്ല, ഈ നൃത്തം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിയുടെ ശരീരഘടന അനുസരിച്ചുള്ള ഡ്രസ്സ് വേണം, കളർ വേണം. എനിക്ക് എല്ലാ ഡ്രസ്സും എല്ലാ നിറവും ഇട്ട് കഴിഞ്ഞാൽ നന്നാവണമെന്നില്ല. അപ്പോൾ ആ സെൻസ് വേണം. അതുപോലെ മേക്കപ്പ്, ഇപ്പോഴത്തെ മേക്കപ്പ് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അതായത് വീടിന് പുട്ടിയിടും പോലെ വാരി അങ്ങ് തേക്കുകയാണ് വിജനോത്സവങ്ങൾക്ക്. വളരെ അതിശയമുണ്ട്. ഇപ്പോൾ സാബു എന്നൊക്കെ പറഞ്ഞിട്ട് കരുനാഗപ്പള്ളി സാബു സിനിമയിലൊക്കെ മേക്കപ്പ് ഉണ്ട്. എന്ത് രസമായിട്ടാണ് പുള്ളിയൊക്കെ മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് ആ കുട്ടിയെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അതല്ല, ഡാൻസ് പഠിപ്പിക്കുന്ന സാറ് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്, അയാൾ തന്നെയാണ് പാട്ട് എഴുതുന്നത്, അയാൾ തന്നെയാണ് സംഗീതം ചെയ്യുന്നത്. നാടോടി നൃത്തവും ഗ്രൂപ്പ് ഡാൻസിനെ കുറിച്ചൊക്കെ ഞാൻ പല ചാനലിലും പറഞ്ഞാണ്. പെണ്ണിൻ വേദന ആരറിയാൻ, അത് കഴിഞ്ഞൊരു ഗ്രൂപ്പ് ഡാൻസോ നാടോടി നൃത്തമോ ഇല്ല. അങ്ങനെയൊന്നും അല്ല. പണ്ടൊക്കെ വൈലോപ്പള്ളിയുടെയും മറ്റൊക്കെ ആയിരുന്നു ഡാൻസിന് തീമായിട്ട് എടുത്തിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഡാൻസിനകത്ത് സത്യഭാമ ടീച്ചറിനെ ആ കാര്യത്തിൽ, പിന്നെ സത്യഭാമ ടീച്ചർ സ്ഥലം പറഞ്ഞില്ലെങ്കിലും ടീച്ചറോട് ഞാൻ ഒരു കാര്യം പറയാം. ചാലക്കുടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കലാഭവൻ മണിയും RLV രാമകൃഷ്ണനുമാണ്. അടൂർ എന്ന് പറഞ്ഞാൽ അടൂർ ബാസിയും അടൂർ ഗോപാലകൃഷ്ണനുമാണ്. നെടുമുടി എന്ന് പറഞ്ഞാൽ വേണുചേട്ടനാണ്. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ശ്രീധരൻ നായരാണ്. അപ്പോൾ ചിലരുടെ പേര് പറയാതെ മാള എന്ന് പറഞ്ഞാൽ അരവിന്ദനാണ്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി ടീച്ചർ ഉദ്ദേശിച്ചത് അയാളെയാണ്. പക്ഷെ ടീച്ചർ വംശീയമായി അധിക്ഷേപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിറത്തെ പറഞ്ഞു അത് തെറ്റാണെന്ന് എനിക്ക് അല്ല വിനു, അത് ഒരു കാലത്തുള്ള ആൾക്കാരുടെ പേരുകളാണ്. അടൂർ ബാസി അല്ലെങ്കിൽ ഇതൊക്കെ. ഇന്ന് അതല്ല. ഇന്ന് ഇഷ്ടം പോലെ പണ്ടത്തെ അത്ര കലാകാരന്മാരാണോ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന കൊച്ചു പയ്യന്മാര്, ഒരു 25 വയസ്സ് 30 വയസ്സ് റേഞ്ചുള്ള പയ്യന്മാര് ഏതെല്ലാം ജില്ലകളിലുണ്ട് കേരളത്തിൽ തന്നെ. പിന്നെ പണ്ട് മുതലേ അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ബാസി, കലാഭവമണി, അവിടെ ഉള്ള ചാലക്കുടി എന്ന് ഒരു സമയത്തുണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് കലാകാരന്മാരുടെ അതിപ്രസരമാണ് ഇപ്പോ. ടീച്ചറെ നമുക്ക് വ്യക്തിഹത്യ വേണ്ട ടീച്ചറെ. നമുക്ക് ഒരാളോട് എന്താ പറയാ, ഒരിക്കലും ഞാൻ അതാ പറഞ്ഞ വിനു, ഞാൻ ഒരു വ്യക്തിയുടെ പേര് അതിനകത്ത് പറഞ്ഞില്ലെങ്കിലും ടീച്ചറെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നിയതായിരിക്കാം. അയാൾ മാന്യമായി ജീവിക്കുകയല്ലേ, അയാളും ജീവിച്ചു പോട്ടെ. കലാകാരന്മാർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമുക്കൊരു ഐക്യമില്ലായ്മ കലാകാരന്മാർക്ക് ഭയങ്കരമായിട്ട്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ രാമകൃഷ്ണന്റെ കാര്യം നിങ്ങൾ പറയുന്നു, മറ്റേ KPS ലളിതയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ KPS ലളിതയ്ക്ക് ഈ പയ്യനായിട്ട് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അതൊന്ന് പറഞ്ഞേ. എത്രയോ പേരായിട്ട് അവരുടെ ജീവിതത്തില് അതാ പറഞ്ഞത്. അവസാനമായി മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമുക്കിപ്പോൾ സമയപരിമിതി ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഈ ചർച്ചയിൽ പറയുന്നു RLV രാമകൃഷ്ണൻ അല്ല ആക്ഷേപിച്ചത് എന്ന്. അങ്ങനെയെങ്കിൽ ആര്? അത് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കറുത്തവർ മോഹിനിയാട്ടം പഠിക്കേണ്ടതില്ല, അതിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ ചോദ്യത്തിനോടി മറുപടിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും രാഷ്ട്രീയമായി നന്മ ഉദ്ദേശിക്കുന്ന നവോത്ഥാന രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് പൊതുവിൽ തോന്നുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട്. അങ്ങനെ തന്നെയാണ് പൊതുപ്രതികരണങ്ങളും വരുന്നത്. താങ്കളുടെ മറുപടി ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അങ്ങനെ ആരും വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്തിട്ടില്ല. IM വിജയൻ കറുപ്പാണ്, APJ അബ്ദുൽ കലാം കറുപ്പാണ്, എന്തിനാ നമ്മുടെ രാഷ്ട്രപതി പോലും കറുപ്പാണ്. പക്ഷേ ഈ ദ്രൗപദി മുർമു കറുപ്പാണ്. അപ്പൊ നിറമല്ല നമ്മുടെ മനുഷ്യന്റെ അളവുകോൽ. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതോ അത് പറഞ്ഞു പോയതാണോ? എന്തോന്നെ ഇത് എന്തൊരു പാട്. ഞാൻ ആരും പറഞ്ഞതല്ലല്ലോ. നിങ്ങളെന്ത് പിന്നെ അത് തന്നെ പറയുന്നേ? ഞാൻ ആരും ഒരു വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. കറുപ്പ് വെളുപ്പ് എന്നുള്ള 2 വാക്ക് എന്തിനാ പിന്നെ? അതൊന്ന് പറഞ്ഞാട്ടെ. നാണയത്തിന് 2 വശം, വെളുപ്പ് മാത്രം രാജി നേരത്തെ പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ കറുപ്പ് മോശമാണ് എന്ന് അതാ പറഞ്ഞ ആ 2 വശം ഉണ്ടല്ലോ. കറുപ്പ് മോശമാണ് കറുപ്പ് എങ്ങനെ മോശമാണ്? ആൺകുട്ടികൾ ഇനി മുതൽ മോഹിനിയാട്ടം പഠിക്കേണ്ടതില്ല, അങ്ങനെയാണോ? ആ നിലപാടിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. ഒരു ജേർണലിസ്റ്റ് ആയ നിങ്ങള്, ഞാൻ പറയട്ടെ, ഒരു ജേർണലിസ്റ്റ് ആയ നിങ്ങള്, ഒരു മാധ്യമത്തിലിരിക്കുന്ന നിങ്ങൾക്ക് കറുപ്പും വെളുപ്പും വിഷയമല്ല. ഒരു നൃത്തത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെർഫോം ചെയ്യുക, അതിന് അത്യാവശ്യം സൗന്ദര്യം വലിയൊരു മാനദണ്ഡമാണ്. ശരി, എന്തായാലും ഈ ശൃംഗാരത്തിൽ പറയരുത്. ഞാൻ യോജിക്കുന്നുണ്ട്. ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ആ പറഞ്ഞതിൽ മറ്റൊന്നും കൂടിയുണ്ട്. ഈ ശൃംഗാരത്തിൽ ചുറ്റിപ്പറ്റി ചുറ്റിക്കറങ്ങട്ടെ നമ്മുടെ മോഹിനിയാട്ടം എന്നതാണ് ആ നിലപാട്.
അങ്ങനെയാണ് ആ നിലപാടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷെ അത് പിന്നെ സൗന്ദര്യം ഒരു വലിയൊരു സൗന്ദര്യം വേണം. അതുമല്ല മോഹൻലാട്ടം ഇല്ലല്ലോ, ഉണ്ടാ? അല്ല മോഹൻലാൽ, പക്ഷെ ടീച്ചറെ ശരി, ഏതായാലും ഇത് പൊതുവിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല, പൊതുവിൽ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല, അധിക്ഷേപകരമായ നിലപാടാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കലാഭവനിയുടെ സഹോദരൻ RLB രാമകൃഷ്ണനെതിരെ എന്ന് തന്നെയാണ് അങ്ങ് ടീച്ചർ അതല്ല എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ മറ്റാരാണ് എന്ന് പറയാത്തിടത്തോളം കാലം അവിടുത്തെ പ്രഗത്ഭനായ അധ്യാപകനായ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആക്ഷേപം ചെന്ന് നിൽക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അത്ര നല്ല തരം ചർച്ചകളല്ലേ ഈ കറുപ്പുമായി ബന്ധപ്പെട്ടും രൂപവുമായി ബന്ധപ്പെട്ടും ഒക്കെ നടക്കുന്നത് എന്നത് മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൂ. ഇപ്പോൾ സംസാരശേഷിയില്ലാത്ത, സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയൊക്കെ അവരുടെ മുദ്രയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാമല്ലോ, അതേ ഭാഷ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മോഹിനിയാട്ടം ഉണ്ടാകുന്നുണ്ട് ടീച്ചർ നമ്മുടെ നാട്ടിൽ. പഴയ മുദ്രകളല്ല, ഇതേ മുദ്രകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മോഹിനിയാട്ടം ഉണ്ടാകുന്നുണ്ട്. കലയെ വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആ കാലത്ത് ഇതൊക്കെ ശരിയായ നിലപാടാണോ എന്ന് അവരവർ തന്നെ ആലോചിക്കുക എന്ന് മാത്രമേ വിനയത്തോടുകൂടി പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇത്രയും സമയം ഈ കാര്യങ്ങൾ വിശദീകരിച്ച എല്ലാവർക്കും നന്ദി. ഏതെങ്കിലും തരത്തിൽ ഈ കലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്കും അത്ര വലിയ അവഗാഹമൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും ക്ഷമിക്കുക.